പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് ഈ മഴയത്ത് നല്ല പൂളക്കിഴങ്ങും നല്ല മീൻ പൊരിച്ചതൊക്കെ തിന്നാൻ, അതിങ്ങനെ നല്ല ചാറ്റലും മഴ ഇങ്ങനെ മുഖത്ത് കടിക്കും. അത് ആസ്വദിക്കാൻ വേറെ എവിടേക്കും പോകണ്ട, നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ പാലക്കാടുള്ള കവേക്കന്നെ പോയാൽ മതി. നമ്മുടെ നാട്ടുകാർക്കാണ് നമ്മുടെ നാട് വലിയ വില ഇല്ലാത്തുള്ളൂ, അല്ലെങ്കിൽ വരാൻ മടിയുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ ഫുള്ള് കാലുകുത്താൻ സ്ഥലമില്ലടോ, അത്രക്ക് തിരക്കാണ്. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. എങ്ങനെ ഇത് കണ്ടിട്ട് അവിടെ നിന്ന് വരാൻ തോന്നൂല. അമ്മ അതിൽ കിടിലൻ സ്പോട്ടാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കി. കവയിൽ പോകുമ്പോൾ ഞങ്ങൾ പോകാറുള്ള സ്പോട്ട് നമ്മുടെ സോജൻ ചേട്ടൻ്റെ കട കേട്ടോ, ഗ്രേസ് വാലി. അവിടെ ആകുമ്പോൾ അത്യാവശ്യം നന്നായി പാർക്ക് ചെയ്ത് ആ പാറയിൽ പോയി ഇരുന്നിട്ട് കഴിക്കാൻ പറ്റും. അതാണ് മൂപ്പര ഹൈലൈറ്റ്. നല്ല ചായ, അതും അവിടെ തന്നെ പശുവുണ്ട്, അതിന്ന് കറന്നെടുത്ത പാല്, അതാണ് രസം. പിന്നെ ചൂടോടെ പഴംപൊരി ആ മഴയത്ത് ഇങ്ങനെ മൂപ്പത്തിയേര് പൊരിച്ചിരുന്നുണ്ട്, അതാണ് വേറെ ഹൈലൈറ്റ്. എന്നിട്ട് ആ പാറയിൽ പോയിരുന്ന് കഴിക്കാം. പക്ഷെ മഴ നല്ല പെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ പോയിരുന്ന് കഴിക്കൽ നടന്നില്ല. അവർക്ക് അതിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ, മീനായാലും കോഴിയായാലും ഇറച്ചിയായാലും അതിനെ വെറുതെ മസാല ഇട്ട് നശിപ്പിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ യഥാർത്ഥ ഫീല് കിട്ടണമെങ്കിൽ മീറ്റിൽ കുറച്ച് മസാലയെ പാടുള്ളൂ. അതാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് നല്ല ഫുൾ എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിച്ചിട്ടുള്ള മീൻ. അപ്പോൾ മലമ്പുഴ ഈ സമയത്ത് പോയിട്ടില്ലെങ്കിൽ ഈ കവ, ഈ പ്രകൃതി എപ്പോഴാണ് പിന്നെ ആസ്വദിക്കുക? മടിക്കാതെ വേഗം പോയി തിന്നോളി എന്ന് പറഞ്ഞുകൊണ്ട്